Hey guys, welcome back to our channel Volu. We only live once. അപ്പോൾ ഇന്നത്തേത് ഒരു കൈൻഡ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. ആക്ച്വലി ഉച്ചയായി ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഇന്ന് ആക്ച്വലി സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഡിന്നർ ഹോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഭയങ്കര വലിയ ഗെസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ ഫാമിലി ഒക്കെ തന്നെയാണ്. നീറ്റ് വശാനും കുഞ്ഞും കാണും, പിന്നെ അതുപോലെ എന്റെ മമ്മിയും മമ്മിയുടെ ബ്രദർ ആൻഡ് ഫാമിലി ഉണ്ട്. അപ്പൊ ഒരു ചെറിയ ക്രിസ്മസ് ഗെറ്റ് ടുഗദർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് ഇവിടെയാണ് ഡിന്നർ ആക്കിയിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാനാണ്. ബിക്കോസ് ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ എം ഹോസ്റ്റിംഗ്. എനിക്കിതൊന്ന് എടുത്തു വെക്കണം തോന്നി. ചെറിയ ടെൻഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ബിക്കോസ് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ഡിന്നർ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ നടത്തുമ്പോൾ പപ്പയും അമ്മയും ഉണ്ടാവും. അപ്പം മോസ്റ്റ്ലി അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാം. വി ആർ ഓൺലി അസിസ്റ്റിംഗ് ദം. പക്ഷെ ഇപ്പോ പപ്പയമ്മയും ഒരു മാസമായിട്ട് നാട്ടിൽ വെക്കേഷന് പോയിരിക്കുകയാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ചാഷന് ഞാൻ തന്നെ ആണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. നോട്ട് ദാറ്റ് ഇറ്റ്സ് എ ബിഗ് തിങ് ഓർ എനിത്തിങ്, ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് ദ ഫസ്റ്റ് ഫോർ മീ. സോ ഐ തോട്ട് ജസ്റ്റ് ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാമെന്ന്. പോസ്റ്റ് ചെയ്യുമോന്നും എനിക്ക് അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. പ്ലാൻസ് ഇസ് ജസ്റ്റ് ഡിന്നർ ആൻഡ് ഒരു കേക്ക് ബേക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഞാനിതിന് മുമ്പേ ബേക്ക് ചെയ്തിട്ട് ശരിയാവാതെ പോയൊരു കേക്കാണ്, ജിഞ്ചർ ബ്രെഡ് കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഡിന്നറിന് നമ്മൾ മട്ടൻ കറി, ചിക്കൻ റോസ്റ്റ്, ഫിഷ് ഫ്രൈ വിത്ത് ഓണിയൻ സാലഡ്, പിന്നെ ഈ കേർഡ് ഇട്ട സാലഡ്, റൈത്ത, പിന്നെ പൊറോട്ട വാങ്ങിക്കാം. പൊറോട്ട എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല, പറ്റുമായിരിക്കും, പിന്നെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാം. പക്ഷെ ഇന്നിപ്പം സമയമില്ല. ഇതിപ്പോ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഡിന്നറാ. സോ വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. പിന്നെ എന്തെങ്കിലും ഒരു റൈസ് ഐറ്റം, ഐ എം തിങ്കിങ് ഗീ റൈസ് ഉണ്ടാക്കാം എന്നാണ്. പിന്നെ ചിലപ്പം അത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഫ്രൈഡ് റൈസ് ആക്കും, അതറിയില്ല, സമയം പോലെ ഇരിക്കും. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഓർത്തു ആ കേക്ക് അങ്ങ് ബേക്ക് ചെയ്തയാളെ. അപ്പൊ പിന്നെ ആ ഒരു ടെൻഷനും അങ്ങ് ഒഴിഞ്ഞു കിട്ടും. ആദ്യം നമ്മുടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ സെർവ് ചെയ്യാലോ. അപ്പോ ബേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനൊരു റെസിപ്പി പോലെ ഇത് ഷൂട്ട് ചെയ്യാമെന്നാ ഓർക്കുന്നത്. സോ ഇഫ് ദിസ് കംസ് ഔട്ട് വെൽ ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് മേക്ക് ജിഞ്ചർ ബ്രെഡ് കേക്ക്. ഐ ഹോപ്പ് ദിസ് കംസ് ഔട്ട് വെൽ, ബിക്കോസ് ഞാൻ ഇത് ഒന്ന് ട്രൈ ചെയ്ത് ഫ്ലോപ്പ് ആയി പോയതാണ്. ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാൻ മറന്നുപോയി. താങ്ക് യു. അപ്പൊ ഇപ്പോ അത് ശരിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഈ ഒരു ഹാഫ് ആൻ അവർ കഴിയട്ടെ. അപ്പൊ അതാവുന്ന സമയത്ത് ഞാൻ ഇവിടെ ബാക്കി നമ്മുടെ ഡിന്നറിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ചിക്കൻ ഒക്കെ എടുത്തിട്ടുണ്ട്, അപ്പൊ അതൊന്ന് ശരിയാക്കണം. ഇപ്പൊ ഞാൻ അടുത്ത പണിയിലേക്ക് കയറുന്നതിന് മുമ്പേ നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇത് കാണുമ്പോഴേ നമുക്കൊരു സങ്കടം വരണ്ട. പള്ളിമണിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തീരുമ്പോ ഇതങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും പണി കുറഞ്ഞല്ലോ. ലാസ്റ്റ് നോക്കുമ്പോ ഒരു സങ്കടം വേണ്ടല്ലോ. പള്ളിമണിയുടെ അമ്മയും പിന്നെ എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്യാൻ പോകണം. അതിനു മുമ്പേ നമുക്ക് ജസ്റ്റ് കേക്ക് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതാ ആയി വരുന്നുണ്ട്. ചെറിയൊരു ക്രാക്ക് വീണ പോലെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, ശരിയായാ മതിയായിരുന്നു. നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഫ്രോസൺ സാദിയയുടെ ചിക്കൻ തൈസ് ആണ്. അതുകൊണ്ട് നമ്മള് ചിക്കൻ വെട്ടിയെടുക്കുന്ന ബുദ്ധിമുട്ട് വരുന്നില്ല. നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ കൈ കഴുകി നമ്മൾ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. കൂളിംഗ് റാക്കിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ്, സ്പോഞ്ചി ആണ്. നമുക്കിനി മുറിച്ചു നോക്കുമ്പോ അറിയാം, കഴിക്കുമ്പോ അറിയാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. അപ്പൊ ഞാൻ ഇതിലും ബാക്കി ചിക്കൻ റെഡിയാക്കാൻ പോട്ടെ. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിനുള്ള ഉള്ളിയൊക്കെ പൊളിക്കാൻ പോവാണ്. നമ്മുടെ കേക്ക് അപ്പുറത്തിരുന്ന് കൂളാവുന്നുണ്ട്. ചെറിയ ഈച്ചശല്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് ഉള്ളി പൊളിക്കാം. നമ്മൾ ചിക്കൻ ചുക്കയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് ഉള്ളി നല്ലപോലെ വേണം. ചിക്കൻ ചുക്കയുടെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ഡൗൺ ബിലോ. ഇന്നിപ്പോ റെസിപ്പി ആയിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സമയമില്ല, പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്താൽ അതിനുവേണ്ടി ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. എണ്ണ ചൂടായി. നമുക്ക് ഉള്ളി നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ അത് വറുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് അരി എടുത്തു. നമുക്ക് ഹാഫ് ആൻ അവർ സോക്ക് ചെയ്തിടണം. അപ്പൊ ഓൾറെഡി 5 മണിയായി. എനിക്കറിയാൻ പാടില്ല, സമയമില്ല.
ഇതിപ്പോ മസാല വഴിച്ച് വെക്കുന്നതേ ഉള്ളൂ. പിന്നെ മട്ടൻ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇപ്പൊ ഇതിലേക്ക് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് അടച്ചു വയ്ക്കാം. അടച്ചിട്ട് ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ ചുക്ക നല്ല പരുവത്തിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിക്കൻ കറി ഇതിൽ നിന്ന് മാറ്റി ഇനി നമ്മളൊരു ക്വിക്ക് ഗീ റൈസ് വെക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ പാത്രം ചൂടായി, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ കൂടെ ഒരു ഇച്ചിരി ഗീയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗീ റൈസ് ആണെങ്കിലും ഗീയുടെ ടേസ്റ്റ് ഒത്തിരി മുന്നോട്ട് നിന്ന ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് ഓയിലും കൂടെ ചേർക്കുന്നത്. ആ നെയ്യുടെ മണമൊക്കെ ഒന്ന് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഹോൾ സ്പൈസസ് ഇടാം. ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, പെരിഞ്ജീരകം, തക്കോലം, വഴനേല ഇതെല്ലാം ഇടുന്നുണ്ട്. ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് ഒരു ഇച്ചിരി ഉപ്പ് മുമ്പോട്ട് നിൽക്കണം, അപ്പോഴാ ചോറിന് കറക്റ്റ് പിടിക്കുക. ചോറാവുന്ന സമയം കൊണ്ട് ഒരു കാപ്പി കുടിക്കാം. ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളമൊക്കെ കുറച്ച് പറ്റിയ പോലെ ഉണ്ടെന്ന് തുറന്നു നോക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി മൂടാം. വെള്ളം ഫുള്ളായിട്ട് പറ്റിയിട്ടില്ല. മേ ബി 2-3 മിനിറ്റ്സ് കൂടെ എടുക്കുമായിരിക്കും. അപ്പൊ നമ്മുടെ ചോറായിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഫിഷ് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ പെരട്ടാനുള്ള മസാല എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പൊ ഓൾറെഡി 6:45 ആയി. ഒരു 8:39 ആവുമ്പോഴാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനുള്ളിൽ ഇനിയും മട്ടനും മീനും കൂടെ ആവാനുള്ളൂ. മട്ടന്റെ എല്ലാം വഴറ്റി വെച്ചേക്കുവാ. ഇനിയും മീനിന്റെ മസാലയും കൂടെ റെഡിയാക്കി വെച്ചാൽ എല്ലാം ടപ്പടപ്പേന്ന് നടക്കുമല്ലോ. ഭയങ്കര ടയർഡായിപ്പോയി ഗൈസ്. ഇനിയിപ്പം സമയം 10 മണി ആവുന്നു. ഓടിപ്പോയി കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വരാം. എന്നിട്ട് കാണാമേ. ഹായ് ഗൈസ്, ഞാൻ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ക്രിസ്മസ് പ്ലാൻ ഒക്കെ ഇട്ടാ വരും. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓടിപ്പോയി കുളിച്ച് റെഡിയായി. ക്രിസ്മസ് ഡിന്നർ ഒക്കെ ആയ സ്ഥിതിക്ക് ഞാൻ പച്ചയെ തന്നെ അങ്ങ് പിടിച്ചു. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ സ്ക്വാഡ്. അച്ഛനെ നീത്തുവിനെ ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇതെന്റെ മമ്മിയാണ്. പിന്നെ ഇത് മമ്മിയുടെ ഏറ്റവും ഇളയ ആംഗ്ല. ഞാൻ അമ്മാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അമ്മാച്ചന്റെ വൈഫ് ലിസാൻഡി, പിന്നെ അവരുടെ ഇളയ 2 മക്കളും പ്രിയ ആൻഡ് ഐശ്വര്യ. ആദ്യം തന്നെ കേക്ക് സെർവ് ചെയ്തു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളിങ്ങനെ കുറച്ചു നേരം വിശേഷവും കഥകളും ഒക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് നമ്മൾ ഡിന്നർ സെർവ് ചെയ്തു. അപ്പൊ നമ്മുടെ മട്ടൻ കറി, പൊറോട്ട, ഗീ റൈസ്, റൈത്ത, ഫിഷ് ഫ്രൈ, ചിക്കൻ ചുക്ക എല്ലാം ഇവിടെ റെഡിയാണ്. ഡിന്നർ ഒക്കെ കഴിഞ്ഞപ്പം നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അച്ഛനും നീത്തുമൊക്കെ നേരത്തെ ടാറ്റ ബാബയെ പറഞ്ഞു പോയി. ഞങ്ങൾ ബാക്കിയുള്ളവർ പിന്നെ ഒരു റൗണ്ട് യൂണോ ഒക്കെ കളിച്ചിട്ടാണ് പിരിഞ്ഞത്. എനിവേ ഇന്നത്തെ ഈ ഒരു ഡിന്നർ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഗെയിം നൈറ്റ് ഒക്കെ കഴിഞ്ഞ് അവരെ സീ ഓഫ് ചെയ്തിട്ട് we went to bed tired but happy. Hope you guys liked the video. See you in the next one. Bye.